കാതോർക്കുന്നത് ഒരു വാർത്ത കേൾക്കാനാണ്, ഒരാളുടെ അതിജീവനത്തിന് വേണ്ടിയാണ്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അർജുൻ എന്ന യുവാവിന്റെ അതിജീവന വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മലയാളിയും കാതോർക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ലഭിക്കും അല്ലെങ്കിൽ നാളെ ലഭിക്കും എന്ന് പറഞ്ഞ് അർജുനു വേണ്ടി തിരയാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അർജുൻ അപകടത്തിൽ പെട്ടിട്ട് ഇന്നേക്ക് 7ാം നാളാണ്. അർജുൻ എവിടെ എന്നുള്ള ചോദ്യമാണ് ചുറ്റുമുയരുന്നത്. കർണാടക ഗവൺമെന്റിന്റെ വലിയൊരു അനാസ്ഥ തന്നെ ഇതിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ്, അർജുൻ എന്ന കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി 30 വയസ്സ് പ്രായമുള്ള ലോറി ഡ്രൈവറായ അർജുൻ എന്ന യുവാവിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. സംഭവം നടന്ന എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്കടുത്തുള്ള ഷിരൂർ എന്ന സ്ഥലത്താണ് കുന്നിടിഞ്ഞു വീണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അതായത് 16-ന് രാവിലെ ഏകദേശം 8:30-നും 9-നും ഇടയിലാണ്. ആ ഒരു സമയത്താണ് ബെൽഗാവിയിൽ നിന്നും മരം കയറ്റി വരികയായിരുന്നു. അവിടെ അർജുൻ വിശ്രമിക്കുകയായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അർജുൻ സഞ്ചരിച്ച ഭാരത് ബെൻസിന്റെ ലോറി അപകടത്തിൽപ്പെട്ടത്. കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയ പാതയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അർജുൻ മാത്രമല്ല അപകടത്തിൽപ്പെട്ടത്, 10ഓളം പേർ ആ ഒരു മണ്ണിടിച്ചിൽപ്പെട്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ 7ഓളം പേരുടെ മൃതദേഹങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി, അതായത് അർജുൻ അടങ്ങുന്ന 3 പേരെയാണ് ഇനി കണ്ടെത്താൻ ഉള്ളത്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളം കാത്തിരിക്കുന്ന അർജുന്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. ഞാൻ സ്വാതിശ്രീ KS. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവറിത്തിങ്. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കൃത്യമായിട്ട് ഈ ഒരു ഹൈവേ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹൈവേയുടെ അടുത്തുകൂടി ഒഴുകുന്ന പുഴയാണ് ഗംഗാവലി പുഴ എന്ന് പറയുന്ന പുഴ. അർജുൻ ലോറിയുമായി യാത്ര ആരംഭിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ 8-നാണ്. അതായത് അർജുന്റെ കണ്ണാടിക്കൽ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന ആ ഒരു ദിവസം. മലപ്പുറത്തുള്ള കോട്ടക്കലിൽ നിന്നും കല്ലുമായാണ് അർജുൻ ആദ്യം എവിടേക്ക് പോകുന്നത്? മൈസൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. അവിടെ നിന്നും കുശാൽ നഗറിൽ എത്തി മരത്തടി കയറ്റുന്നുണ്ട്. മരത്തടി കയറ്റി നേരെ ബെൽഗാവിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ബെൽഗാവിലെത്തി അവിടെ മരത്തടി ഇറക്കി വീണ്ടും എന്ത് ചെയ്തു? ബെൽഗാമിലെ ഡിപ്പോയിൽ നിന്നും മറ്റൊരു മരത്തടി കയറ്റി മടക്കയാത്രയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ഷിരൂരിലെത്തിയത് അർജുൻ. ഏകദേശം ഒരു 8:45-ഓടെയാണ് ഈ മണ്ണിടിച്ചിൽ, ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പിന്നീടാണ് അർജുനെ കാണാതാവുന്നത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെ കർണാടക ഗവൺമെന്റ് ശക്തമാക്കിയത് തന്നെ കേരളത്തിലെ ഇടപെടലിനെ തുടർന്നാണ്. അർജുന്റെ കുടുംബം പറയുന്നതനുസരിച്ച് തുടക്കത്തിൽ അർജുനെ കാണാതായതിനെ കുറിച്ചുള്ള പരാതി കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലുമുള്ള പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും തുടക്കത്തിൽ കാര്യമായിട്ടുള്ള ഫലം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് MP ആയിട്ടുള്ള MK രാഘവന്റെ ഓഫീസിലെത്തി നേരിട്ടെത്തി ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് നടപടികൾ ഊർജിതമാക്കുന്നത്. പിന്നീട് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷമാണ് കർണാടക അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാവുന്നത് തന്നെ. ഷിരൂരിൽ 500 മീറ്ററോളം ഉയരത്തിൽ നിന്നുമാണ് ഈ കുന്നിടിഞ്ഞു വീഴുന്നത്. ആദ്യം കർണാടക പോലീസുമായിട്ട് അർജുന്റെ ബന്ധുക്കൾ ബന്ധപ്പെടുന്ന സമയത്ത് അങ്ങനെ ഒരു ലോറി തന്നെ അവിടെ ഇല്ല എന്ന നിലപാടിലായിരുന്നു കർണാടക പോലീസ് ഉണ്ടായിരുന്നത്. വെറും 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ചായിരുന്നു മണ്ണ് നീക്കം ചെയ്തിരുന്നത് തന്നെ. അർജുന്റെ ബന്ധുക്കൾ 17, അതായത് 16-നാണ് സംഭവം നടന്നതെങ്കിൽ 17 തന്നെ അവിടെ എത്തിയിരുന്നു. പക്ഷെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. ദേശീയപാതയിലെ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനായിരുന്നു കർണാടക പോലീസിന്റെയും അതുപോലെ തന്നെ റവന്യൂ അധികൃതരുടെയും ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടായത്. പിന്നീടാണ് ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലം തിരച്ചിൽ ഊർജിതമാക്കിയത് തന്നെ. ഇപ്പൊ നല്ല രീതിയിൽ മീഡിയ കവറേജ് ലഭിച്ചത് കൊണ്ടാണ് ഇപ്പൊ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു സഹകരണം അവിടെ ഉണ്ടാകുന്നത്. ഇപ്പം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വളരെ നിരാശാജനകമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തിരച്ചിൽ നടക്കുന്നുണ്ട്, സൈന്യം വന്നു. അപ്പോഴൊക്കെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള
കർണാടകയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മീഡിയ കവറേജ് ലഭിച്ചത് കൊണ്ട് തന്നെയാണ്. ഇത് കർണാടക എന്ന സ്റ്റേറ്റിന് നാണക്കേട് ഉണ്ടാക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോ കർണാടക മുന്നിട്ടിറങ്ങിയത്. ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നതുമല്ല. ഒന്ന് ഓർക്കണം, അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 6 ദിവസം അല്ലെങ്കിൽ 7-ാം ദിവസമായി. ഇപ്പോഴാണ് ISROയിൽ അപ്ലൈ ചെയ്ത് സംഭവം നടക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് വ്യൂ തേടുന്നത് തന്നെ. അതായത് ഏരിയ വ്യൂ അറിഞ്ഞതിന് ശേഷം വേണം വാഹനം കൃത്യമായിട്ട് എവിടെയാണ് കിടന്നത് എന്നുള്ള പൂർണ്ണ വിവരം ലഭിച്ചതിന് ശേഷം വേണം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ. ഇത് കുറച്ച് വേഗത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു കുടുംബത്തിന് പൂർണ്ണ പ്രതീക്ഷ നമുക്ക് നൽകാമായിരുന്നു. ഇപ്പോഴും അർജുൻ ജീവനോടെ ഇരിക്കണം എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ മലയാളികളും. കാരണം അർജുന്റെ ഭാര്യ പറയുന്നതനുസരിച്ച് സംഭവം നടന്ന 2 നാൾ കഴിഞ്ഞപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് അർജുൻ എന്ന പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളാണ് കർണാടക ഗവൺമെന്റ് ഇല്ലാതാക്കുന്നത് ഓരോ നിമിഷവും. അതുപോലെ റെസ്ക്യൂ നടത്തുന്നതിന്റെ തന്നെ ഒരു വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള സ്ഥലത്തിന് തൊട്ടു മുൻപിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ് ഗംഗാവലി പുഴ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അർജുനും മറ്റു 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയപ്പോൾ തുടക്കത്തിൽ മുതൽ പുഴയിൽ കൂടി തെരച്ചിൽ ഊർജിതമാക്കണമായിരുന്നു. അല്ലാതെ 90% മണ്ണ് മാറ്റിക്കഴിഞ്ഞ് അതിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ പിന്നീട് പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്തിയത്. അത് അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. 2 പ്രദേശവും ഒരുപോലെ റെസ്ക്യൂ നടത്തണമായിരുന്നു. ഒരുപാട് അനാസ്ഥകൾ കർണാടകയുടെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിക്കാനുണ്ട്. മാത്രമല്ല, കേരളത്തിൽ നിന്നും പോയ രക്ഷാപ്രവർത്തകരിൽ ഒരാൾ പറയുന്നതനുസരിച്ച് നമ്മുടെ കേരളത്തിലെ പോലെ അല്ല അവിടെ. കേരളത്തിൽ പ്രളയം വന്നപ്പോൾ കണ്ടതാണ് മലയാളികളുടെ ഒരു ഐക്യം എന്താണെന്നുള്ളത്. എന്നാൽ കർണാടകയിലെ അവസ്ഥ അതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികളാണ് അവിടെ നേരിടുന്നത്. രാവും പകലും നോക്കാതെയാണ് നമ്മൾ പ്രളയ സമയത്ത് റെസ്ക്യൂ നടത്തിക്കൊണ്ടിരുന്നത്, അല്ലെ? രാത്രിയായി എന്ന് കരുതി പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല റെസ്ക്യൂ. പക്ഷേ കർണാടകയിലെ സ്ഥിതി അതല്ല. സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഓർഡർ വരും. ശരിയാകാം, കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാകാം, അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനാകാം. എന്നാലും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് റെസ്ക്യൂ നടത്താനുള്ള ഒരു പ്ലാനിങ് ആദ്യം തന്നെ വേണമായിരുന്നു. കാലാവസ്ഥ മോശമാണ്, മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ. അങ്ങനെ സംഭവിച്ചാൽ അതിനെ എങ്ങനെ തരണം ചെയ്യും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ തരണം ചെയ്യും എന്നുള്ള എല്ലാ സംവിധാനങ്ങളും സൈന്യത്തിന്റെ കൈവശം തന്നെയുണ്ട്. പിന്നെ എന്ത്, ഇവിടെ ആരെ ബോധിപ്പിക്കാനാണ് ഇതെല്ലാം? ഇപ്പം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട്, കളക്ടർ അവിടെ ഉണ്ട്, എല്ലാവരും സംഭവസ്ഥലത്തുണ്ട്. പക്ഷെ ഇതെല്ലാം സംഭവിച്ചത് ഇതൊരു വാർത്തയായതിനു ശേഷമാണ്, ഇതൊരു മീഡിയ കവറേജ് ലഭിച്ചതിന് ശേഷമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ആരും അറിയാതെ പോയനെ. ഇപ്പൊ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ ചായക്കടയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 5 പേരാണ് മരിച്ചത്. അതൊരു വീട് കൂടിയായിരുന്നു ആ ഒരു ചായക്കട. അതിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ പലതും ലഭിച്ചത് മറ്റൊരു പ്രദേശത്ത് നിന്നുമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദുരന്തം എത്ര ഭീകരമായിരുന്നു എന്നുള്ളത്. അർജുന്റെ കൂടെ പ്രദേശവാസികളായ മറ്റു 2 പേരും കൂടി കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താനുള്ള മാന്യത പോലും, അവര് കർണാടക സ്വദേശികളാണ്, അവരെ കണ്ടെത്താനുള്ള ഒരു മാന്യത പോലും കർണാടക കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് വേദനാജനകം. കർണാടകയിൽ പവറാണ് മുഖ്യം. പവർ ഉള്ളവനെ എന്തും ചെയ്യാം, അല്ലെങ്കിൽ എന്തും ലഭിക്കും. ഇല്ലാത്തവനും അവിടെ ചത്താലും തിരിഞ്ഞു നോക്കില്ല. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കേരളത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഒരു കേരളീയനായതിന് നമ്മൾ അഭിമാനിക്കണം. ഒരാളുടെ ജീവന് വേണ്ടി ഒന്നിച്ച് ഐക്യത്തോടെ നിൽക്കുന്നവർ ആണ് നമ്മളെല്ലാവരും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക്, അല്ലെ? നമ്മുടെ മീഡിയയും അധികാരികളും സൊസൈറ്റിയും എല്ലാം സ്ട്രോങ് ആണ് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ. ഇനിയുള്ള ഓരോ നിമിഷവും അർജുനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അർജുൻ തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് അർജുന്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.